കാലത്തിന് ശേഷം നാം ചെയ്യേണ്ട സുന്നത്തുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. നിസ്കാരം കഴിഞ്ഞ ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത് കൈ ഉപയോഗിച്ച് നെറ്റിയും മുഖവും ഇങ്ങനെ തടവുമായിരുന്നു എന്നതാണ്. നിസ്കാര ശേഷം നെറ്റിയും മുഖവും തടവൽ സുന്നത്തുണ്ട് എന്ന് ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. നിസ്കാര ശേഷം പ്രത്യേകമായി സുന്നത്തുള്ളതാണ് യുസന്നു ബഅദ സ്വലാത്തി ദിക്റു വദ്ദുആ. ദിക്റും ദുആയും സുന്നത്തുണ്ട്. ദുആഇന്റെ പ്രാധാന്യം കഴിഞ്ഞ തവണ നാം പറഞ്ഞു. വൽ അഫ്ദലു തഖദീമുഹുമാ അലാ റവാത്തിബിൽ ഫറാഇദ്. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ റവാത്തിബ് നിസ്കരിക്കുന്നതിനേക്കാൾ മുമ്പ് ഇതൊക്കെ നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നാം അങ്ങനെയാണ് പതിവ് നാം ചെയ്യാറുള്ളത്. വമഅ്സൂറുഹുമാ അഫ്ദൽ. ഈ ദിക്ർ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ദിക്റും ദുആയും അത് അനുവർത്തിക്കലാണ് ഏറ്റവും സുന്നത്ത്. മറ്റു ദിക്ർ ദുആ ചെയ്താലൊക്കെ കൂലി കിട്ടുമെങ്കിലും ഖുർആനിൽ വാരിദായി വന്നത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്ർ ദുആകളുണ്ട്. ധാരാളം ദിക്റും ദുആയും നിസ്കാരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് എടുക്കാൻ ചിലപ്പോൾ തിരക്കാവുന്നത് കൊണ്ട് സാധിക്കണമെന്നില്ല. എന്നാലും അതിപ്രധാനമായതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ويسن بعد كل مكتوبة أن يقرأ الفاتحة والإخلاص والمعوذتين وآية الكرسي والشهيد الله. ഈ പറഞ്ഞതൊക്കെ ഫാത്തിഹ ഓതുക, ഖുൽ ഹുവല്ലാഹു ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, ഷഹീദ അല്ലാഹു അന്നഹു എന്ന ആയത്ത് പറയുക. ഇതൊക്കെ സുന്നത്താണ്. ഇതെല്ലാം കൂടെ ഒന്നും ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ള മഅ്മൂമീങ്ങളെ കൂടെ പരിഗണിക്കണം. അവരെ ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിലുള്ള അതിപ്രധാനമായതാണ് നമ്മൾ അതിൽ നിന്നൊക്കെ ചെല്ലാറുള്ളത്. അപ്പൊ ആയത്തുൽ കുർസി ചെല്ലാറുണ്ട്. ആയത്തുൽ കുർസിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തി. എല്ലാ നിസ്കാര ശേഷവും ഒരാൾ ആയത്തുൽ കുർസി പതിവാക്കുന്ന ആളാണെങ്കിൽ, എപ്പോഴെങ്കിലൊക്കെ ചൊല്ലുന്ന ആളല്ല, എല്ലാ നിസ്കാര ശേഷം അദ്ദേഹം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നുവെങ്കിൽ ലം യംനഉ മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. അദ്ദേഹത്തിന് സ്വർഗപ്രവേശത്തിന് ഇനി തടസ്സമായി നിൽക്കുന്നത് മരണമാണ്, മരണമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ മരിച്ചു കിട്ടിയാൽ മതി സ്വർഗത്തിലേക്കാണ്. ആയത്തുൽ കുർസി ചൊല്ലാൻ 1 മിനിറ്റ് മതി ആവശ്യം. അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ വേഗത്തിൽ ഓടരുത്, അവിടെ ഇരുന്ന് ഒരു ആയത്തുൽ കുർസി ഓതുന്നവരായി നമ്മൾ മാറും. അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്ന ചർച്ചയുണ്ട്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, കൈകൊണ്ട് ഇങ്ങനെ തടവും, വലത് കൈകൊണ്ട് നെറ്റിയും മുഖവും താടി വരെ ഇങ്ങനെ തടവുമായിരുന്നു എന്നതാണ്. അത് കഴിഞ്ഞാൽ അസ്തഗ്ഫിർ